നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വെന്തുരുകുന്ന മരുഭൂമിയിലും അസ്ഥി കോച്ചുന്ന തണുപ്പിലുമെല്ലാം ജീവിതം തേടി പോകുന്നവരാണ് മലയാളികൾ. ഈ മലയാളികളെല്ലാം പൊതുവെ പറയുന്ന ഒന്നുണ്ട്, ഏതു കാലാവസ്ഥയിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഇടമാണ് കേരളം എന്നത്. പൊതുവെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും എല്ലാം മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടമായിരുന്നു കേരളം. പക്ഷേ അതിപ്പോൾ മാറുകയാണ്. ഈ വേനലിൽ കേരളം വെന്ത് ഉരുകുകയാണ്. മലയാളിയെ തോൽപ്പിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ വേനൽ ചൂട് കടുക്കുകയാണ്. സൂര്യാഘാതം ഏൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. തളർന്നു വീണ് മരിച്ചു പോകേണ്ട അവസ്ഥയടക്കം കേരളത്തിൽ ഉണ്ടാകുന്നു. അത്രത്തോളം കേരളത്തിൻ്റെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ മാറുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ മുഹമ്മദ്, സ്ഥിരമായി നമ്മളിങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്നതാണ്, നിങ്ങൾ മറ്റു വിഷയങ്ങൾ കൂടി പൊതുവേദിയിലേക്ക് എടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുക. അതുകൊണ്ട് തന്നെയാണ് മലയാളി ഇപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെ ചെന്നാലും ചർച്ച ചെയ്യുന്ന വിഷയം ഈ ചൂടിനെ കുറിച്ചാണ്. അത്രത്തോളം എല്ലാ മലയാളിയെയും നേരിട്ട് ബാധിക്കുന്ന മറ്റൊരു വിഷയം ഉണ്ടോ എന്നും അറിയില്ല. താങ്കളുടെയൊക്കെ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലോ ഉണ്ടായിരുന്നതിനേക്കാൾ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ നാട് ഇങ്ങനെ മാറാനുള്ള കാരണം? നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞോളൂ. സാറ് പറഞ്ഞാൽ പല വിഷയങ്ങളിലും നമ്മളിത് പൊതുവേദി നടത്താറുണ്ട്. ഇതാണിപ്പോ നടത്തേണ്ട ആദ്യത്തെ വിഷയം. കാരണം എന്താ വെച്ചാൽ ജനം സാറ് പറഞ്ഞ ചാനലും പറഞ്ഞ മാതിരി വെന്തുരിക്കുകയാണ്. വെന്തുരിക പറഞ്ഞാൽ ഇന്ന് ഞാനൊന്നും പുറത്തിറങ്ങിയിട്ടില്ല സാറേ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയസ്സായും ചെയ്തു. പിന്നെ ഈ സൂര്യാതാപം ഇതെല്ലാം പേടിച്ച പുറത്തിറങ്ങിയിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോ ഇറങ്ങാൻ പുറപ്പെടാണ്, താഴത്ത് ഒക്കെ പോകും. അപ്പോ ഇത് കാലാവസ്ഥ ഇങ്ങനെ വന്നത് ഇപ്പോ ആരെയും കുറ്റം കൊണ്ടൊന്നും അല്ല. എങ്കിലും കൂടി എന്താ പറഞ്ഞത് വേണ്ടത്, എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ട ഉപദേശം കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് എല്ലാ ആൾക്കാരും വെള്ളം എല്ലാം കുടിച്ചാൻ പറയുന്നുണ്ട്. പക്ഷെ വെള്ളം കണ്ടമാനം കുടിച്ചിട്ടുണ്ട്. എന്നിട്ടും ചൂടിനൊരു സാധ്യത കിട്ടിയിട്ടില്ല. ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ് സാറേ. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നും ശിവജിയാണ്. ശ്രീ ശിവജി, അസാധാരണമായ ചൂടിലേക്കാണ് കേരളം എടുത്തെറിയപ്പെട്ടത്. പകൽ സമയങ്ങളിലൊക്കെ പുറത്ത് ജോലി ചെയ്യേണ്ടി വരുന്നവർ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചൂട് ഓരോ വർഷം കഴിയുന്നതോറും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താവും നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനൊക്കെ കാരണമാകുന്നത്? ലോകത്തിൽ പൊതുവെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ പണ്ട് നമ്മൾ ഈ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസങ്ങളില് വയസ്സായ ആളുകൾക്ക് കൃഷി ചെയ്യേണ്ട സമയം, കൃഷി ഇറക്കേണ്ട സമയം അങ്ങനെയൊക്കെ പറയാൻ പറ്റുമായിരുന്നു. കാരണം ഇന്ന സമയത്ത് മഴ പെയ്യും, ഇടവപ്പാതി എന്നൊക്കെ നമ്മൾ പണ്ട് പറയുമല്ലോ. പക്ഷെ ഇന്ന് അതെല്ലാം പോയി കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു. പക്ഷെ എനിക്കിതിലൊരു പ്രതിഷേധമുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയും ടീമും കൂടെ 10-22 ദിവസം ടൂറ് പോയി എന്ന് പറയുന്നത് ഇപ്പൊ ഈ സമയത്ത് ഇവിടെ നമ്മുടെ ശ്രീ ശിവജി, നമ്മള് സ്ഥിരമായി രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചാണ് നമ്മൾ ഇന്ന് മറ്റൊരു വിഷയം എടുത്തത്. നമുക്ക് ആ സമയത്ത് ചൂടിനെ തെങ്ങിനെ പശുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പശുവിനെ കെട്ടുന്ന തേങ്ങ നൽകും എന്നൊക്കെ പറയുന്ന കഥ പോലെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. ശരി, ഓക്കെ. എന്തായാലും പട്ടിണി കൊണ്ട് ഒരു ഭാര്യയും കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. അത് സാമൂഹ്യ വിഷയമല്ല എന്ന് പറയുന്നത്. അല്ല, സാമൂഹ്യ വിഷയമല്ല എന്നല്ല, ആ വിഷയം എടുക്കുന്ന ദിവസം താങ്കൾക്ക് ചർച്ച ചെയ്യാം, യാതൊരു തടസ്സവുമില്ല. വിഷയം കൊണ്ട് ഒരു മനുഷ്യൻ സ്വന്തം മക്കളെയും ഭാര്യയും കൊന്നിട്ട് അത് സാമൂഹ്യ വിഷയമല്ല എന്ന് താങ്കൾ പറയരുത്. ശ്രീ ശിവജി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും ഓരോ വിഷയം നമ്മൾ എടുക്കുന്നു. നമ്മൾ ഇന്ന് എടുത്ത വിഷയം ചൂടിനെ കുറിച്ചാണ്. ഇന്ന് ചൂടിനെ കുറിച്ച് എടുക്കുമ്പോൾ താങ്കൾ ചൂടിനെ കുറിച്ച് സംസാരിക്കാം. ടൂർ പോയതായി കേട്ടിട്ടുണ്ടോ താങ്കൾ? എന്താണ് 22 ദിവസവും 19 ദിവസവും ഒരു മുഖ്യമന്ത്രി ശ്രീ ശിവജി, നമ്മൾ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ആ വിഷയം ചർച്ച ചെയ്യുന്ന ദിവസം താങ്കൾക്ക് അത് പറയാം. ഇപ്പോൾ അതല്ല ചർച്ച ചെയ്യുന്നത്. ഓരോ ദിവസവും താങ്കൾക്കറിയാമല്ലോ, എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് തന്നെയാണ് പൊതുവേദി. പൊതുവേദിയിൽ ആവശ്യങ്ങൾ ഉയർന്നത് കൊണ്ടാണ് മറ്റു വിഷയങ്ങൾ കൂടി എടുക്കുന്നത്. ആ വിഷയം ചർച്ച ചെയ്യുന്ന ദിവസം അത് ചർച്ച ചെയ്യാം. അല്ലാതെ ഒന്നിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റതിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല. അത് താങ്കൾ കൂടി അറിവുള്ളതാണ്. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ രഘുചന്ദ്രൻ പിള്ളയാണ് അഞ്ചാലുംമൂടിൽ നിന്നും. ശ്രീ രഘുചന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്താണ് ഈ ചൂട് വല്ലാതെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഒരു പങ്കുവരെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൂടി അതിനൊക്കെ കാരണമാകുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം, എന്റെ പേര് TK രവിചന്ദ്രൻ പിള്ള, അഞ്ചാൽമൂട. ശരി. പിന്നെ ചൂട് കൂടുതലാണ്, പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിലേ, ഹലോ പറഞ്ഞോളൂ.
ഞായറാഴ്ച ഞാൻ മോളെയും കൊണ്ട് എൻട്രൻസിന്റെ മെഡിസിന്റെ ഒരു നീറ്റിന്റെ ടെസ്റ്റിന് പോയായിരുന്നു പുനലൂര്, കൊല്ലം ജില്ല പുനലൂര്. എന്റെ വീടെന്ന് പറഞ്ഞാൽ അഞ്ചാലുമൂടാണ്, കൊല്ലം ടൗണിൽ നിന്ന് ഒരു 7 കിലോ. അഞ്ചാലുമൂട്. പക്ഷേ എന്താ സാറേ? ഞാനും കൊല്ലം ജില്ലക്കാരനാണ്, എനിക്കറിയാം, പറഞ്ഞോളൂ. കൊല്ലത്തെവിടാണ്? എന്റെ വീട് ഓച്ചിറയാണ്. ഓക്കെ, ഓച്ചിറയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓച്ചിറ അതൊക്കെ അത് നിൽക്കട്ടെ. പിന്നെ ഈ കൊല്ലം ജില്ല അഞ്ചാലുമൂട് ഭാഗത്താണ്. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50-60 അല്ലെങ്കിൽ ഒരു 10-50 കിലോമീറ്റർ ദൂരെയാണ് പുനലൂര്. 50-60 കിലോമീറ്റർ ആണ്. പക്ഷെ ആ പുനലൂരുള്ള ജനങ്ങളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. പുനലൂരും പാലക്കാടും പണ്ട് തൊട്ടേ ചൂട് കൂടിയ സ്ഥലങ്ങളാണ്. ഈ പുനലൂര് ഞാനവിടെ നമ്മളെ ഒരു NSSന്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ പുനലൂര് ജംഗ്ഷനിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അങ്ങ് തെക്കോട്ട് തിരുവനന്തപുരം റൂട്ടാണ് മോളെ ടെസ്റ്റ് നടന്ന ഒരു സ്കൂളായിരുന്നു, ഒരു മാനേജ്മെന്റ് സ്കൂളിൽ. പക്ഷെ അവിടെ ഞങ്ങൾ ആ സ്കൂളിൽ, സർക്കാരിന്റെ സ്കൂളില് ഓടിട്ട കെട്ടിടത്തിൽ വരാന്തേ ഇരുന്നിട്ട് അയ്യോ എന്തൊരു ചൂടാണ്. അവിടെയുള്ള ജനങ്ങളെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. എന്നാ ആലോചിക്കും, നമ്മളെ ഈ പ്രദേശത്തും അഞ്ചാലുമൂട് ഭാഗത്തും ചൂട് കൂടുതലാണ്. കാരണം നമ്മളെ ഇപ്പോഴത്തെ വാർത്ത കെട്ടിടങ്ങളിലും അവിടെ എല്ലാം ഇരുന്നിട്ട് ഇറങ്ങി വരുമ്പോൾ. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ആലത്തൂരിൽ നിന്നും ശ്രീ മോഹൻദാസ് കൂടി ചേരുന്നുണ്ടോ? ശ്രീ മോഹൻദാസ്, കേരളത്തിന്റെ പ്രകൃതി വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വസ്ഥമായി ഏത് കാലത്തും ജീവിക്കാൻ കഴിയുന്ന നാട് എന്നുള്ള നമ്മുടെ ഖ്യാതി കൂടി നഷ്ടപ്പെടുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു പാലക്കാട്ടുകാരനാണ്, അറിയാലോ. അറിയാം. ചൂടിന്റെ കാര്യമല്ലോ. ഇത് ഞാനൊരു 80ലേക്ക് കിടക്കുന്ന ഒരു വൃദ്ധനാണ്. അപ്പോ എന്റെ സെല്ലുകൾ മുഴുവൻ ഇപ്പൊ വീക്കായി. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ചൂടൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ നിറയെ പുഴകളൊക്കെ ഉണ്ട്. ഇപ്പൊ കൽപ്പാത്തി പുഴയുണ്ട്, ഇവിടെ ഭാരതപ്പുഴ, ഗായത്രി പുഴ, ഇതൊക്കെ ചുറ്റും പുഴകൾ, കുളങ്ങൾ, ഇഷ്ടം പോലെ കുളങ്ങളാണ്. നമുക്ക് എല്ലാ കിണറ്റിലും വെള്ളം ഉണ്ടാവും. പിന്നെ കനാലുകളും അതൊക്കെ എല്ലാം ഉണ്ടാവും. പിന്നെ മരങ്ങള്, ഈ റോഡിന്റെ സൈഡിൽ മുഴുവൻ മരങ്ങളായിരിക്കും. നല്ല തണുപ്പ് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ അതൊക്കെ പോയിട്ട് അത് മുഴുവൻ മുറിച്ചു മാറ്റി കോൺക്രീറ്റ് റോഡുകളായി, വലിയ വലിയ കെട്ടിടങ്ങളായി. ഇത് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചാണ്. പ്രകൃതിയുടെ ഒരു ഇതുണ്ട്. പക്ഷെ പ്രകൃതി എങ്ങനെ ചൂഷണം ചെയ്യുന്നതിന്റെ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് ഇപ്പൊ 39 ഡിഗ്രി എന്നാണ് പറയണമെങ്കിലും നമ്മൾ എഫക്റ്റിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 41 ഉണ്ടാവും. സഹിക്കാൻ പറ്റില്ല സാറേ. പാലക്കാട് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളും വന്നിരുന്നു. അവിടെ അത്ര കടുത്ത പകലൊക്കെ പുറത്തിറങ്ങി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ വലിയ പ്രയാസം ഉള്ളതായിരുന്നു. അത്രത്തോളം മറ്റ് സ്ഥലങ്ങളെക്കാൾ ചൂട് കൂടിയ സ്ഥലം തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, ശിവപ്രകാശാണ്. ശ്രീ ശിവപ്രകാശ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പാലക്കാട് ജില്ലയില് പൊതുവെ ഈ നെൽകൃഷി കൂടുതൽ ചെയ്തു വരുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ നമ്മളിപ്പോ ഈ പല നെൽകൃഷി കുറഞ്ഞു വരുന്നു. പല കാരണങ്ങളുണ്ട്. ഇപ്പോ മീങ്കര, ചുള്ളിയാർ ഡാമുകളുണ്ട്. ആ ഡാമുകൾ ഇപ്പോ ഗവൺമെന്റിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ട് മണലെടുക്കാൻ കൊടുത്തിരിക്കുക. കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് ഡാമിൽ വെള്ളം അവർ നിറയ്ക്കുന്നില്ല. കുടിവെള്ളത്തിന് ആവശ്യമായി മാത്രം നിറച്ചിട്ട് പിന്നീട് അത് മണലെടുക്കാനും മറ്റും കൊടുക്കണം. അതിന്റെ ഫലം എന്താന്ന് വെച്ചാൽ അതിന്റെ വൃഷ്ടി പ്രദേശത്തുള്ള അതിൽ നിന്നും ആ ഇറിഗേഷൻ ആ സ്ഥലത്തേക്ക് വരുന്ന വെള്ളം കൃത്യമായിട്ട് എത്തുന്നില്ല. പലയിടത്തും നെൽകൃഷി തരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു 6 മാസത്തോളം നമ്മുടെ നിലം എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതി ഇത് ഇല്ലാതാക്കിയിട്ടുണ്ട്. പ്രകൃതിയുടെ ചൂട് അത് ഉണ്ട്. പക്ഷെ ഇത് മറ്റൊരു രീതിയിൽ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിത രീതിയിൽ വന്ന മാറ്റം, ഈ റൂഫുകൾ ഇരുമ്പ് ഷീറ്റ് ഇടുക, പിന്നെ വികസനത്തിന്റെ ഭാഗമായി റോഡെല്ലാം വേണ്ടതാണ്. പക്ഷെ അതിന് നമ്മൾ തമിഴ്നാടൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ 2 വശത്തും നിറയെ മരങ്ങൾ കൂടി വെച്ചുകൊണ്ട് കുറച്ചുകൂടെ പ്ലാനിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രശ്നമുണ്ട്, പത്തനംതിട്ടയിൽ നിന്നും ശ്രീ സെയ്തുവാണ്. ശ്രീ സെയ്തു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെയൊക്കെ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് ചൂട് കൂടുകയാണ് കേരളത്തിൽ. ഈ മെയ് മാസത്തിലൊക്കെ പലപ്പോഴും പുറത്തിറങ്ങി പണിയെടുക്കുന്ന ആളുകൾക്ക് അതിന് പെയ്യാൻ പോലും കഴിയാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ പകൽ സമയത്ത് പുറം പണികൾ ഒഴിവാക്കേണ്ട ഗതികേടിലേക്കൊക്കെ നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കനത്ത ചൂടാണ് സാറേ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. പക്ഷെ സർക്കാരിന്റെ മുന്നറിയിപ്പുകൾ, ആരോഗ്യ മേഖല, കാലാവസ്ഥ വകുപ്പിൽ നിന്നൊക്കെ നമുക്ക് നിങ്ങളെ ചാനൽ വഴി കൂടെ തന്നെ നമുക്ക് മുന്നറിയിപ്പുകൾ കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ചൂട് കൂടുന്ന ജില്ലകൾ ഏതാണ്, താപനില എത്രയാണ്, കരണ്ട് ഞങ്ങളെവിടെയൊക്കെ കരണ്ടിന്റെ ഇതായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റിന്ന് പരിചയമുള്ളവർ പറയും ഇത്ര മിനിറ്റ് കരണ്ട് പോകും, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കരണ്ട് പോകും. അങ്ങനെയൊക്കെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചൂടെന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുടെ മാറ്റങ്ങൾ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന, ഗൾഫിൽ മഴ, ശക്തമായ മഴ,
ഞാനും ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ശക്തമായ മഴ ഗൾഫിലും പെയ്യുന്നുണ്ട്. ഇവിടെ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല. പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ രാഷ്ട്രീയം പറയാനല്ല, ആ കാലാവസ്ഥാ വ്യതിയാനം പോലും പിണറായി വിജയനാണ് അതിന് കാരണക്കാരനെന്ന് പറഞ്ഞ് രാഷ്ട്രീയ അങ്ങനെ പറഞ്ഞത് അല്ല. നേരത്തെ വിളിച്ചൊരു പ്രേക്ഷകൻ ഒന്നും പിണറായി വിജയനാണ് അതിന് കാരണക്കാരെന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് അതിനിടയിൽ ചില വിദേശയാത്രയെ കുറിച്ച് അദ്ദേഹം പറയാൻ ശ്രമിച്ചതിനപ്പുറത്തേക്ക് പിണറായി വിജയനാണ് ചൂട് കൂടിയതിന് കാരണമെന്നൊന്നും പറയുന്നില്ല. അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ നമ്മുടെ പ്രേക്ഷകരായി. അതല്ല സാറേ, അതല്ല. അദ്ദേഹം വിദേശയാത്രയിലേക്ക് പോയത് കൊണ്ട് അത് എന്തിനാ അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ വിഷയത്തിൽ നിന്ന് മാറി. ഇപ്പൊ താങ്കളെ ആ വിഷയം മാറി വേറെ വിഷയത്തിലേക്ക് പോകുന്നത് പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലെ ഒരു രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചു എന്നതേ ഉള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം പോലും ഇങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലോട്ട് ആക്കുന്നതിനോട് അത് അങ്ങനെ ആരും പറഞ്ഞില്ല. താങ്കൾ ഇല്ലാത്തൊരു ആരോപണം താങ്കൾ മുഖ്യമന്ത്രി ശ്രീ സേതുവാണ് മുഖ്യമന്ത്രിക്ക് നേരെ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. മറ്റാരും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. സാറതിനെ എതിർത്ത് കണ്ണിച്ചു. അല്ല, ഞാൻ എതിർത്ത് കണ്ണിച്ചതും അദ്ദേഹം വിഷയം മാറിയത് കൊണ്ടാണ്. താങ്കൾ പറഞ്ഞത് അങ്ങനെ മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണമെന്ന് മറ്റൊരാൾ പറഞ്ഞു. അത് തെറ്റായ പ്രസ്താവനയാണ് താങ്കളുടെ. സാറ് തുടക്കത്തിലെ അത് നിയന്ത്രിച്ചുകൊണ്ടാണ് അത് അദ്ദേഹം നിയന്ത്രിച്ച് മാറി പോയത്, വഴി തെറ്റാതെ മാറിയത്. അതിനെക്കുറിച്ച് ഞാൻ വിമർശിക്കുന്നുള്ളേ ഉള്ളൂ. ശരി ശരി, ഓക്കെ. താങ്കളുടെ ഇത് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവും. സാമാന്യത്തിലധികം ഇത്തരം രാഷ്ട്രീയ ധാരണകളൊക്കെ ഉള്ള മനുഷ്യരാണ് മലയാളികൾ. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിപ്പോ ചൂട് നമ്മളെ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ പ്രതിരോധിക്കുന്നത് എങ്ങനെ? നമുക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു 5 ഹെക്ടറെങ്കിലും 5 കൊല്ലം കൂടി നെൽകൃഷിക്ക് സജ്ജമാക്കും ആൾക്കാരാ. അപ്പൊ അതിന് നല്ലൊരു പ്രതിഫലം കൊടുക്കാം. ഒരു 5 ഹെക്ടർ നെൽകൃഷി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പറിന് 1 ലക്ഷം രൂപ പറയുമ്പോൾ ഇനാം കൊടുക്കാം. അങ്ങനെ നാട് മുഴുവൻ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഏത് ഭാഗത്ത് പോയാലും നെൽവയലും വെള്ളവും മാത്രമേ കാണാനുള്ളൂ. അപ്പൊ നെൽകൃഷിനെ എങ്ങനെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടി പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു ടാർഗറ്റ് കൊടുക്കുക. ഒരു 5 ഹെക്ടർ 1-2 ലക്ഷം രൂപ ഒരു സമ്മാനം കൊടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പരിധി വരും. പിന്നെ നമ്മുടെ നാട്ടിൽ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമം ഉണ്ടാവും. നാട് മുഴുവൻ കുഴക്കേണ്ടടിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ നെൽകൃഷി സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട നേതാവ് സമരം നടത്തിയപ്പോൾ അദ്ദേഹത്തെ വെട്ടിനിരത്തുകാരനാക്കിയ ഒരു നാടുകൂടിയാണ് നമ്മുടേത്. അല്ല, അത് പല രീതിയില്ലേ. പിന്നെ ഈ കുഴൽക്കിണർ വലിയ പ്രശ്നമാണ്. നമ്മളെ അമ്മയുടെ ഗർഭപാത്രത്തെ വെള്ളം വെക്കുന്നത് ഈ ഭൂമാതാവിന്റെ ഗർഭപാത്രത്തെ വെള്ളം കുത്തിയെടുക്കുക. കാരണം നാട് മുഴുവൻ കുഴൽക്കിണർ. പണമുള്ള ആൾക്കാർ സ്വന്തം വീട്ടിൽ കിണർ പറ്റാതെ കണ്ടുള്ള സ്ഥലത്ത് തന്നെ എനിക്കറിയാം കുഴൽക്കിണർ അടിച്ചു വിടുക. ഓരോ പഞ്ചായത്തിലും എത്ര കുഴൽക്കിണർ ഒരു യാതൊരു പരിപാടി ഒന്നും ഒരു അറിവിലൊന്നും വേണ്ട, ഭാര്യ കുത്തി കയറ്റുവാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിഹാരം. ക്രിയാത്മകമായ സർഗാത്മകമായ നിർദ്ദേശങ്ങളാണ് ശ്രീ ദാസൻ കണ്ണൂർ വെച്ചത്. നെൽകൃഷിയും സാധാരണ കൃഷിയും ഒക്കെ വ്യാപിപ്പിച്ചാൽ സ്വാഭാവികമായും കൃഷി കൂടുന്നതനുസരിച്ച്, പച്ചപ്പ് കൂടുന്നതനുസരിച്ച് ഭൂമിയിലെ ചൂട് കുറയും. അത് കുറയുന്നതനുസരിച്ച് ഇത്തരത്തിലേക്കുള്ള ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇപ്പൊ എന്ത് പറയാനാ? അത് പ്രകൃതിയുടെ നിയമമല്ലേ സാർ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. നമ്മുടെ പ്രദേശത്ത് ഒരു ചെറിയ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇപ്പം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു തെങ്ങോ മാവോ മറ്റ് വൃക്ഷങ്ങളോ ഉണ്ടെങ്കിൽ അത് JCB വെച്ച് വലിക്കുക, ഫുള്ള് വീടുണ്ടാക്കുക. എന്നിട്ട് ആ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും നിൽക്കാതെ ടൈൽസ് വെച്ചിട്ട് ഫുള്ള് മുറ്റവും പരിസരവും ഒക്കെ ടൈൽസ് വെച്ച് വെള്ളം മുഴുവൻ പുറത്തേക്ക് വിടുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പിൻതലമുറക്കാർ എന്താ ചെയ്തത്? ഒരു കഴുങ്ങിൻ തൈ നഷ്ടപ്പെടുമ്പോൾ അത് പകരം ഒരു കഴുങ്ങിൻ തൈ അവിടെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛനൊക്കെ ചെയ്തത് ഞാൻ കണ്ടത്. ഞാനിപ്പോൾ താമസിക്കുന്ന ചെറിയൊരു സ്ഥലത്താണ്. ഞാനിപ്പോൾ ഒരു 3, 4, 5 എൻ്റെ ഒരു 10-15 കൊല്ലത്തിനിടയിൽ 10, 3, 4, 5 മാവിൻ തൈ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിന്റെ പരിസരത്ത് ഒരു 55 ഏക്കറോളം നെൽകൃഷി ഉണ്ടായിരുന്നു. അതൊക്കെ നെൽകൃഷി സ്ഥലം നേർത്താൻ പാടില്ല നിയമമുണ്ട്. അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് അധികാരികൾ അംഗീകാരം കൊടുത്തിട്ട് നേർത്തി ഇപ്പോൾ ഒരു 5 ഏക്കറായി ചുരുങ്ങി. അതിനിടയിലുണ്ടായിരുന്ന പാടങ്ങളും തോടുകളും കുളങ്ങളും എല്ലാം അതിനാൽ മൂടപ്പെട്ടു. അപ്പൊ ഈ ഒരു സംഭവം എല്ലാം നടക്കുമ്പോൾ ഇനിയും കൂടുതൽ ഉഷ്ണത്തിലേക്ക് കടക്കുവാന്നല്ലാതെ നമ്മുടെ അധികാര വർഗം ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ കൂടിയാണ് വെച്ചത്. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. കണ്ണൂരിൽ നിന്നും ശ്രീ പവിത്രനാണ്. ശ്രീ പവിത്രൻ, പണ്ട് കാലത്തുണ്ടായിരുന്ന കാലാവസ്ഥ ഇങ്ങനെ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഏതു കാലാവസ്ഥയിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഇടം എന്നുള്ള പേര് നമുക്ക് നഷ്ടമായിക്കൊണ്ടും ഇരിക്കുകയാണ്.
എന്താണ് പറയാനുള്ളത്? സാറേ, ഇപ്പൊ ചൂട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, മലകളും കുന്നുകളും കംപ്ലീറ്റ് ഇടിച്ചു നിരത്തി, ഇല്ല മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് പ്രകൃതിനെ കൊന്നില്ലേ. പിന്നെ എങ്ങനെയാ സാർ ഇപ്പം പിന്നെ ചൂടിന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മറ്റേ ഭരണവർഗക്കാരും കൂടെ ചേർന്നിട്ട് നമ്മുടെ പ്രകൃതിനെ നശിപ്പിച്ച് ഇങ്ങനെ ഈ കോലത്തിലാക്കി വെച്ചില്ലേ. പിന്നെ ഇനിയിപ്പോ വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ സാറേ. കുറെ നമ്മൾ ശ്രദ്ധിക്കണ്ടായിരുന്നില്ലേ? അതെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ, മനുഷ്യരുടെ പ്രവർത്തനത്തിന്റെ വീഴ്ച കൊണ്ട്, നമ്മുടെയൊക്കെ പ്രവർത്തനത്തിന്റെ വീഴ്ച കൊണ്ട് കൂടിയാണ് പ്രകൃതിക്ക് ഇത്തരത്തിൽ മാറ്റമുണ്ടാകുന്നത്. അതിൽ കൂടുതൽ ജാഗ്രത വേണ്ടത് തന്നെയാണ്. മറ്റു പ്രേക്ഷകരുണ്ട്. കൊല്ലത്ത് നിന്നും ശ്രീ ബാലേന്ദ്രനാണ്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, നമ്മൾ വികസനത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് നമ്മളെ ദേശീയപാത തെക്ക് നിന്ന് വടക്ക് വരെ നമ്മൾ മുറിച്ചു മാറ്റുന്ന ഒരു മരത്തിന് പോലും പകരം നമ്മൾ മരം നട്ടുപിടിപ്പിക്കുന്നില്ല. അതെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ആ ഭാഗങ്ങളിൽ മൊത്തം ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന പണികൾ നടക്കുന്നുണ്ട്. അതിന് പകരം ദേശീയപാത പണിയുന്നതിന്റെ ഇരു സൈഡിലും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും ഈ പറഞ്ഞ വയലുകളെ ഈ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടും ഈ പ്രകൃതിയെ നമ്മൾ രക്ഷപ്പെടുത്തണം. അല്ലാതെ ഈ വിലപിച്ചിട്ട് കാര്യമില്ല. ശരി, മറ്റു പ്രശ്നമുണ്ട്. തിരുവല്ലയിൽ നിന്നും ശ്രീ രഘു ആണ്. ശ്രീ രഘു, കേരളത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് ഏത് കാലാവസ്ഥയിലും നല്ല സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഇടം, അല്ലെങ്കിൽ ചൂടായാലും മഴയായാലും തണുപ്പായാലും എല്ലാം ഒരു മിനിമം ലെവൽ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഒക്കെ ആയിരുന്നു. പക്ഷെ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ടി വിയിൽ മ്യൂട്ട് ചെയ്ത ശേഷം താങ്കൾ ഫോണിൽ ശ്രദ്ധിച്ച് മറുപടി പറയുക. ശ്രീ രഘു, താങ്കൾ ടി വി മ്യൂട്ട് ചെയ്യാം. ഗവൺമെന്റ് വിചാരിക്കാൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. പാലക്കാട്ട് നിന്ന് ഒരു വ്യക്തി പറഞ്ഞില്ലേ, ഈ ഡാമുകളിലെ കംപ്ലീറ്റ് മണല് വാരിക്കളയണം, അപ്പം സ്റ്റോറേജ് ഒരു 1/3 കൂടും. എന്തോ ശരി, മറ്റേ എല്ലാ പ്രേക്ഷകരോടും കൂടിയുള്ള ഒരു പ്രത്യേക അഭ്യർത്ഥന കൂടിയാണ്. പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ദയവായി ടി വി മ്യൂട്ട് ചെയ്യുക, ഫോണിൽ കൂടി സംസാരിക്കുക. ടി വിയുടെ ശബ്ദവും ഫോണിൽ വരുന്നതും തമ്മിൽ ഏതാനും ചെറിയ സെക്കൻഡുകളുടെ വ്യത്യാസം ഉണ്ടാകൊണ്ട് കൃത്യമായി സംസാരിക്കാൻ കഴിയില്ല. മ്യൂട്ട് ചെയ്ത ശേഷം വേണം, ഫോണിൽ കൂടെ വേണം പൊതുവേദിയിൽ പ്രതികരിക്കാൻ. മറ്റൊരു പ്രശ്നമുണ്ടോ? ശ്രീ കൊല്ലത്തു നിന്നും ശ്രീ രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ ചൂടിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഈ ചൂട് കാരണം പിണറായി വിജയൻ രാജിവെക്കണം, പിന്നെ BJP ഭരിക്കണം. അപ്പൊ ഗോമൂത്രം അവിടെ സപ്ലൈ ചെയ്യും, ചൂട് കുറയും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിജയനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ വിജയൻ, വല്ലാതെ ചൂട് കൂടുകയാണ്. മലയാളിക്ക് പകൽ പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ടിയൊക്കെ വരുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രയാസപ്പെടുന്നതും അവരുടെ ജീവിതമാണ് കൂടുതൽ കഷ്ടത്തിലാവുന്നത്. എന്താണ് പറയാനുള്ളത്? ഹലോ സാർ, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. ഇവിടെ നമുക്ക് ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണ്ട. അല്ല, നമ്മുടെ കൊച്ചു കേരളം മാത്രമല്ല ഇന്ത്യയിലും നമ്മുടെ വനം പട്ടയം കൊടുത്ത് വച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ ഭാഗം. അതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പൊ നമ്മൾ നടത്തുന്നത്. നമ്മൾക്ക് ഇവിടെ തരിച്ചു എടുക്കുന്ന ഭൂമി നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലങ്ങൾ നോക്കുമ്പോ അമേരിക്കയിൽ ലണ്ടനിൽ കിടക്കുന്ന ആൾക്കാരാവും. മനസ്സിലായ? ഈ ഭൂപരിഷ്കരണം വരും എന്ന് വിചാരിച്ചിട്ട് ഒരു ഹലോ പറഞ്ഞോളൂ, താങ്കൾ പറയുന്നത് കേൾക്കാം. ഭൂപരിഷ്കരണം ഇവർക്ക് ആരും പാട്ടത്തിന് കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല, വെറുതെ ഇട്ട് നശിപ്പിക്കുകയാണ് ഈ സ്ഥലങ്ങൾ. ഇത്രയും നമുക്കിവിടെ ആവശ്യം ഇന്ത്യയിൽ മൊത്തം ഒരു ഏകോപന നിർമ്മാണം. അതായത് നമ്മളിപ്പോ മധുരം മീനാക്ഷി കോയിലാ കാരണം കംപ്ലീറ്റ് പാറ കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇപ്പൊ എല്ലാം പാറ കട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ ഒരു ജില്ലയില് എത്ര വീടുകൾ വേണം? ജനങ്ങളെ ഒന്നിച്ച് നശിപ്പിക്കുന്ന ഒരു ഏകോപന നിർമ്മാണം കാലഘട്ടം കഴിഞ്ഞു പോയി. പിന്നെ ഇങ്ങനെ ബാക്കി വരുന്ന സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് മരങ്ങൾ പിടിപ്പിക്കുക, നമ്മുടെ നദികൾ ശരിയായിട്ടുള്ള വഴിക്ക് കൊടുക്കുക, അങ്ങനെ മാലിന്യ സംസ്കരണം, മനുഷ്യന് സംസ്കാരമായിട്ടുള്ള ഒരു ജീവിതം. ഇത് വന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തല്ല വരാൻ പോകുന്നത്. നമ്മുടെ രാജ്യം നമ്മൾ മാവറകൾ കളിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ കേരളം. പ്രത്യേകിച്ച് 44 നദികളുള്ള കേരളമാണ്. ഇവിടെ ഇങ്ങനെ ആലപ്പുഴയിൽ വരെ ആലപ്പുഴയിൽ ചൂട് കൊണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന. ശരി, നമുക്ക് മറ്റ് പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഗോപിനാഥനാണ്. ശ്രീ ഗോപിനാഥൻ, കേരളത്തിൽ വല്ലാതെ ചൂട് കൂടുകയാണ്. ആളുകളെല്ലാം അതുകൊണ്ട് വലിയേറെ പ്രയാസപ്പെടുക കൂടിയാണ്. എന്താവും നമ്മുടെ പ്രകൃതി ഇത്തരത്തിൽ മാറുന്നത്? നമ്മുടെ ഒരു ജീവിത രീതിയൊക്കെ കൊണ്ടുകൂടിയാണോ? ആദ്യം തന്നെ നിങ്ങൾക്കൊരു നന്ദി പറയട്ടെ. കാരണം കേരളത്തിൽ ഇത്രയും വൻപൻ ചാനലുകൾ ഉണ്ടായിട്ടും ഇത്ര നല്ലൊരു കാര്യം നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി സംപ്രേഷണം ചെയ്തതിന് ആദ്യം ചാനലിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ നാട്ടില് വൃക്ഷങ്ങൾ വൻതോതിൽ വെട്ടി നശിപ്പിച്ച് ഭരണവർഗം
കാട്ടുന്ന ഒരു തോന്നിവാസമാണ്. അതായത് മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ പിതാക്കന്മാര് ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ 2 മരം നടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴുള്ള നമ്മളെ തലമുറകള് എല്ലാം വെട്ടി നശിപ്പിച്ച് കോൺക്രീറ്റ് സൗധങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഭരണവർഗങ്ങള് അവരുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഒത്താശ ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഈ കൊടും ചൂടിനുള്ള ഈ പ്രകൃതി ഇങ്ങനെ വികൃതമാകാൻ കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കൾ പറഞ്ഞത് ഗൗരവമുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. ഇടുക്കിയിൽ നിന്നും വിജയനാണ്. ശ്രീ വിജയൻ, ഇടുക്കിയൊക്കെ പൊതുവെ കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് താമസിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ നല്ല കാലാവസ്ഥയൊക്കെയുള്ള അധികം ചൂടില്ലാത്ത സ്ഥലമാണ്. പക്ഷേ അവിടെ പോലും ഇപ്പോൾ തണുപ്പുള്ള പല സ്ഥലങ്ങളിലും ചൂട് കൂടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് പറയാം. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ സംബന്ധിച്ച് വാഴക്കൃഷി, വയലുകളിൽ നെൽകൃഷി ഒഴിവാക്കി വാഴക്കൃഷിയാണ് കൂടുതലും. പണ്ടൊക്കെ കുരവാന്ന് പറയും, ഞങ്ങളെ കുരവ് ആസിന്നൊക്കെ പറയും. അതൊന്നും ഇല്ല ഇപ്പൊ ഒരു സ്ഥലത്തും. ആ വെള്ളം കുറവാ. അപ്പൊ അത്തരം കാര്യങ്ങൾ വാഴക്കൃഷിക്കാണ് സർക്കാർ കൂടുതൽ അനുമതി കൊടുക്കുന്നത്. വയൽകൃഷിക്ക് അത് നിർത്തുക ചെയ്താൽ തന്നെ കൂടുതൽ ജലാംശം കെട്ടിക്കിടക്കുന്നതാണ് എന്റെ അഭിപ്രായം. പിന്നെ മരങ്ങൾ മുറിച്ച് മനുഷ്യൻ മരം മുറിക്കേണ്ടതിൽ മുറിക്കണ്ടേ? അത് ഒരു സ്ഥലത്ത് മരം നടണം. അതാണ് എന്റെ അഭിപ്രായം. അതെ, മരം മുറിക്കാതിരിക്കാൻ കഴിയില്ല, പക്ഷേ അതിന് പകരം മരങ്ങൾ നടുക കൂടി വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. ശ്രീ മജേഷ് ആണ്. ശ്രീ മജേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് നമ്മള് മരം മുറിക്കുന്നത് ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് നാട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് നമ്മളുടെ ആരുടെയും വീടുകളിൽ ഇപ്പോ മഴ പെയ്യുന്ന സമയത്ത് വീട്ടിൽ മുറ്റത്ത് വെള്ളം നിൽക്കുന്നില്ല. ഇപ്പോൾ ഈ ചൂട് കൂടിയോടുകൂടി കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ്. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന മാധ്യമപ്രവർത്തകരാണെങ്കിലും നമ്മുടെ പൊതുസമൂഹമാണെങ്കിലും വിട്ടുപോകുന്ന പ്രധാന ഒരു വിഷയം കുടിവെള്ളം ഇല്ലാതാകുന്നത് വളരെ ഒരു വലിയ പ്രശ്നമാണ്. അത് നമ്മുടെ വീട്ടുമുറ്റത്തുകളിൽ ഉണ്ടാകുന്ന ടൈൽസ് പാകിയിട്ടുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ആരും നമ്മുടെ വീട്ടുമുറ്റത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ കിണറിലോ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുന്നില്ല. ഇത് മുഴുവൻ നമ്മൾ ചെയ്യുന്ന പട്ടണത്തിലാണെങ്കിലും നഗരങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് ഓട വഴി ഒഴുകി നേരെ കായലിലേക്കോ അല്ലെങ്കിൽ കടലിലേക്കോ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കും. വീട്ടുമുറ്റത്തൊന്നും വെള്ളം താഴുന്നില്ല. ഇത് കുടിവെള്ള പ്രശ്നം ഈ ചൂട് കൂടുമ്പോൾ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാന ഒരു വിഷയമാണ്. നമ്മുടെയൊക്കെ ആളുകൾ പലപ്പോഴും കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നം മുറ്റത്ത് വെള്ളം താഴാനുള്ള സൗകര്യം ഉണ്ടാകുന്നില്ല. വണ്ടി എത്തി പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളോ കണക്കുകൂട്ടി വീടിന്റെ മുറ്റമെല്ലാം ടൈല് പാകി നല്ല വൃത്തിയാക്കിയിടും. അവിടെ പുല്ല് വളരുന്നില്ല, വെള്ളം നിൽക്കുന്നില്ല. ഇത് വളരെ ഒരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ നമുക്ക് കൃത്രിമ മഴ പെയ്യിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പലപ്പോഴും ആളുകൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചെയ്യുന്നില്ല. ശരി, നമുക്ക് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ഡേവിഡ് വിജയ് കൂടി ചേരുന്നുണ്ടോ? ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ വല്ലാതെ ചൂട് കൂടുന്നതിന്, പ്രകൃതിയിലെ മാറ്റത്തിന് ഒരു പരിധിവരെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടി, നമ്മുടെ മുൻഗാമികളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ കൂടി കാരണമായിട്ടുണ്ടോ? അതെ, ഞാനിപ്പോ സംസാരിക്കുന്ന ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ഖേദമുണ്ട്. കാരണം ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കണ്ടെന്ന് പറഞ്ഞ കൂട്ട് ഞാൻ ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിലയൻസിന്റെ ടൗൺഷിപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. IGMB റേറ്റഡ് എന്താണ്, ഇന്റർനാഷണൽ ഗ്രീൻ ബെൽറ്റ് റേറ്റഡ് ടൗൺഷിപ്പ് റിലയൻസിന്റെ. ഇതിനകത്ത് അവർ ലോകത്തിലെ ഏറ്റവും കൂടിയ ഓക്സിജൻ കിട്ടുന്ന വൃക്ഷങ്ങൾ അങ്ങോട്ട് വച്ചുപിടിപ്പിച്ചിരിക്കുക. ഇതിനകത്ത് ചൂടെന്ന് പറഞ്ഞത് ഇല്ല. രാത്രിയായിട്ടുണ്ടെങ്കിൽ AC യുടെ ആവശ്യം പോലും ഇല്ല. ചെറിയൊരു ഫാൻ ഉണ്ടെങ്കിൽ ഈ കോൺക്രീറ്റ് കെട്ടറായതുകൊണ്ട് മാത്രം ഒരു ചെറിയ ഇതുണ്ട്. അതുപോലെ നമ്മുടെ അവിടെ അതുപോലെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടൊരു പ്ലാനിങ് തുടങ്ങിയിരുന്നെങ്കിൽ നന്നായേനെ. നമ്മുടെ മറ്റേത് നാട്ടിൽ പോവാന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ എല്ലാവരോടും പറഞ്ഞിരുന്നു, അവിടെ കംപ്ലീറ്റ് ഗ്രീനറി ആണ്, മറ്റതാണ് മറിച്ചതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ നാട്ടിൽ നിന്ന് പലരും പറയുന്നത് ജൂൺ ആകാതെ ഇനി തിരിച്ചു വരില്ല കേട്ടോ, മെയ് ലാസ്റ്റ് ആയിട്ടെങ്കിലും വന്നാൽ മതി. ഇതാണ് നമ്മളുടെ സ്വന്തം നാടിന്റെ ഗതി. കാണുമ്പോൾ വളരെ പ്രയാസമുണ്ട് ഇവിടെ ഇരുന്ന് നോക്കുമ്പം. ശരി, താങ്കളുടെ പ്രയാസം നമുക്ക് മനസ്സിലാവുന്നു. ഒരു കാലത്ത് നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നത് പലതും പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് കൂടി ഏറെ പ്രയാസകരം തന്നെയാണ്. ബംഗാളിൽ നിന്നും ശ്രീ TA ബേബി കൂടി വിളിക്കുന്നുണ്ട്. ബേദിയാണ്. ശ്രീ TA ബേദി, ബംഗാളിൽ എവിടെയാണ് താങ്കൾ? ഞാൻ സില്ലിക്കുടിക്കടുത്താണ് സാറേ. എവിടെയാണ്? സില്ലിക്കുടിക്കടുത്ത്. ഓക്കെ, ശരി. വർഷങ്ങളായി സിലിഗുഡിയിൽ താമസിക്കുകയാണോ? ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ ഞാൻ പ്രകൃതിയോട് വളരെ ചേർന്ന് തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. എന്റെ വീട് വന്നു കഴിഞ്ഞിട്ട് ഒരു തേയിലത്തോട്ടത്തിന്റെ സ്ഥലങ്ങളാണല്ലോ. ആണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ ബർത്ത്ഡേയും കാര്യങ്ങളും ഒക്കെ ആഘോഷിക്കുമ്പോഴത്തേക്ക് ഈ കേക്കും ഈ പിസയും ഒക്കെ തിന്നുന്നതിന് പകരം അന്നത്തെ ദിവസം ആ കുട്ടിക്ക് എത്ര വയസ്സാണെന്ന് വെച്ചാൽ അതനുസരിച്ച് വൃക്ഷങ്ങൾ വെക്കുക.
വലിയ വലിയ നമ്മളുടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റുമാരും അങ്ങനെയുള്ള ലീഡേഴ്സ് നമ്മൾക്ക് പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേക്ക് അവർക്ക് എത്ര വർഷമായി അത്രയും വൃക്ഷങ്ങൾ വെക്കുക, അറ്റ്ലീസ്റ്റ് ഒരു വൃക്ഷമെങ്കിലും ഒരാൾ വെക്കുക. എന്നിട്ട് അയാൾക്ക് 50 വർഷം കഴിഞ്ഞാൽ 100 വർഷം കഴിഞ്ഞാൽ ആ വൃക്ഷം ഉണ്ടെങ്കിൽ പറയാമല്ലോ ഇന്ന ആളിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വെച്ച വൃക്ഷമാണെന്ന്. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നിലവിൽ വരുമ്പോൾ റൂൾ ഉണ്ടാക്കണം. അതായത് ഈ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഇത്ര ഏക്കർ സ്ഥലത്തൊരു ചെറിയൊരു മരങ്ങളുടെ ഒരു സമൂഹം വെക്കണമെന്ന്. പിന്നെ അതുകൂടാതെ തന്നെ ഈ വലിയ വലിയ രാഷ്ട്രീയ പാർട്ടിക്കാർ വരുമ്പോഴത്തേക്ക് അവരെ മാലയിട്ട് സ്വീകരിക്കുന്നത് അതിലൊക്കെ എന്താ അർത്ഥമുള്ള? അതിന് പകരം അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു 2 മരങ്ങൾ കൊടുക്കുക, എന്നിട്ട് അവർ വെക്കുക. ഒരു വലിയൊരു ഫേമസ് ലീഡർ വന്നുപോയ സ്ഥലം ഒരു 25 വർഷം കഴിഞ്ഞ് പറയാമല്ലോ അന്ന് ആ സാർ വന്നപ്പോൾ വെച്ച മരമാണ് ഇതെന്ന്. അപ്പൊ അങ്ങനെയുള്ള പ്രായോഗികതയിലേക്ക് നമ്മൾ നീങ്ങേണ്ട കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അഭിപ്രായങ്ങളുടെ വ്യക്തമാണ്, ക്രിയാത്മകമായ നിർദ്ദേശം കൂടിയാണ് ശ്രീ TA ബേദി ബംഗാളിലെ സിലിഗുരിയിൽ നിന്നും വച്ചത്. നമുക്ക് മറ്റ് പ്രശ്നം കൂടിയുണ്ട്. വിജേഷാണ് പാലക്കാട് നിന്നും. ശ്രീ വിജേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് മരം വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല സാറേ. ഈ സംഘികൾ ഇറങ്ങി പോയോ എല്ലാം ശരിയാകും. ചൂട് കൂടാനുള്ള കാരണം അതാണ്, രാഷ്ട്രീയമാണോ? അല്ലല്ലോ, സാംഘികളുടെ ശാപമാണ് ഇന്ത്യയിൽ ഇപ്പോ. അവരിറങ്ങിപ്പോയി എല്ലാം ക്ലിയർ ആവും. എന്തായാലും ചൂട് കൂടാനുള്ള കാരണം എന്തായാലും താങ്കൾ പറയുന്ന ഇതാണെന്ന് തൽക്കാലം വിശ്വസിക്കാൻ നിർവാഹമില്ല. രാഷ്ട്രീയ അഭിപ്രായം പറയുന്ന പോലെ താങ്കളും അത്തരം ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു എന്നത് മാത്രമേ തൽക്കാലം കാണാൻ കഴിയൂ. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദയവായി പേര് പറയൂ. വൈദ്യനാഥനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വൈദ്യനാഥൻ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, 60 വർഷം മുൻപ് നല്ല ചൂടുണ്ടായിട്ടുണ്ട്. പറഞ്ഞോളൂ, താങ്കൾ ആ TV മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ, 60 വർഷം മുമ്പ് ഇതിലും നല്ല ചൂടും കൊല്ലം ജില്ലയിൽ കുടിവെള്ളം കിട്ടാൻ പറ്റാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. അത് കൊല്ലക്കാരടുത്ത് ചോദിച്ചാൽ അറിയാം. ഹലോ, ശരി, താങ്കൾ TV മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാത്തതുകൊണ്ടാണ് കൃത്യമായി പറയാൻ കഴിയാത്തത്. ശ്രീ വിജയനിലേക്ക് പോവുകയാണ്. ശ്രീ വിജയൻ, വല്ലാതെ കേരളത്തിൽ ചൂട് കൂടുകയാണ്. പകൽ സമയത്തൊക്കെ പുറത്ത് തൊഴിലെടുക്കേണ്ടി വരുന്നവരാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. അല്ലാത്തവർക്കും പ്രയാസമില്ല എന്നല്ല, അവരാണ് കൂടുതൽ പ്രയാസം. അവരുടെ ജീവിതം തന്നെ വല്ലാത്ത ദുരിതത്തിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് ഈ പുറംപണിയൊക്കെ എടുക്കുന്ന സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് അത്രത്തോളം ദുരിതമയമാണ് ജീവിതം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ സാർ, കാരണം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഏലകൃഷി സാധാരണക്കാരെ ആൾക്കാരുടെ ഏലകൃഷി മുഴുവൻ കഴിഞ്ഞു പോയി. ഇതിപ്പോ വരാൻ പോകുന്ന കൃഷിക്കാരനൊന്ന് പ്രയാസം എന്നാ വെച്ചാൽ ഇപ്പം ഏലത്തിന് പെട്ടെന്ന് ഇതിന്റെ പിന്നിൽ കളിക്കുന്ന വളക്കമ്പനിക്കാരും കീടനാശിനിക്കാരും കൂടി ഇതിന് വില കയറ്റും. അന്നേരത്തിന് എവിടുന്നെങ്കിലും കൊണ്ട് ഭയങ്കര വില കൊടുത്ത് തട്ട മേടിച്ചുകൊണ്ട് ഇട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിന് കായായി വരുമ്പോഴത്തേന് ഇതിന് വില മൊത്തം അങ്ങ് ഇരിക്കും. ഇനി ഇവൻ കിടന്ന് കുത്തി കിടന്ന് പണിയും കഴിഞ്ഞ് ഇവന്റെ ആഫീസ് കൂട്ടി ഇവൻ പല വിധത്തിലുള്ള കടക്കാരനായി മാറും. അതാ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം വരാൻ പോകുന്നത്. പിന്നെ ഇനിയും വരാൻ പോകുന്ന മഴ എങ്ങനെയാണെന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ സംബന്ധിച്ച്. മഴ വന്നാലും വെയിൽ വന്നാലും കൃഷിക്കാരനെ സംബന്ധിച്ച് ഭയങ്കരമായ പ്രയാസത്തിൽ തന്നെയാണ്. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. ഗിരീഷാണ് കൊല്ലത്തൊന്നും. ശ്രീ ഗിരീഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കാര്യം. നമ്മളൊരു വീട് വെക്കുമ്പോൾ എത്രയോ മരങ്ങളുടെ വെട്ടിമാറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഞാനിപ്പം കുറെ NGOയുടെ 1-2 NGOയുടെ അടുക്ക ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനും കൂടെ ഇറങ്ങി നമ്മളോട് ഇറങ്ങി പൊതുസ്ഥലത്ത് മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് പകരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ സൗജന്യമായി വോളണ്ടിയർ വർക്കായിട്ട് അങ്ങനെ എല്ലാവരും കുറച്ച് പേരെങ്കിലും ഇറങ്ങി നമ്മൾ ഈ മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് താങ്കളുടെ ആ ഒരു പ്രവർത്തനത്തെ പ്രത്യേകമായി തന്നെ അഭിനന്ദിക്കുകയാണ്. ഞാനിപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാനുള്ളത് വേഗത്തിൽ പറയാം. എനിക്ക് പറയാനുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം. അടുത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ ബാംഗ്ലൂർക്ക് ഫ്ലൈ ചെയ്തപ്പോൾ ഞാൻ ആ എയർ ഹോസ്റ്റസിനോട് ചോദിച്ചു എത്ര ടൺ ഫ്യൂൽ ഇത് കത്തിക്കും എയർക്രാഫ്റ്റിന്. അതായത് 40,000 അടി മുകളില് 4 ടൺ ഫ്യൂൽ കത്തിക്കുന്നുണ്ട് ഓരോ എയർക്രാഫ്റ്റ് 10 മണിക്കൂർ കൊണ്ട്. അപ്പോൾ 1000 എയർക്രാഫ്റ്റുകൾ നമ്മുടെ ആകാശത്തിന് 40,000 അടി മേളില് ഇത്രയും ഫ്യൂൽ കത്തിച്ചു. അതും ഒരു ഘടകമല്ലേ ഈ ഗ്ലോബലായിട്ടുള്ള ചേഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, സ്വാഭാവികമായും അതൊക്കെ
ആഗോള താപനത്തിന് കാരണങ്ങൾ ആവാൻ സാധ്യതയുള്ള വിഷയങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ തരത്തിലേക്കും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളടക്കമാണ് പല പ്രേക്ഷകരും മുന്നോട്ട് വെച്ചത്. ചിലരെങ്കിലും വിഷയം വിട്ട് പതിവ് പോലെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് തെന്നിമാറാൻ ചൂടിനെ ചാരിക്കൊണ്ട് രാഷ്ട്രീയം തല്ലാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും ഭൂരിഭാഗം പ്രേക്ഷകരും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. എങ്ങനെയൊക്കെയാണ് ഇതിനെ മറികടക്കേണ്ടത് എന്നുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഓരോരുത്തർക്കും നമുക്ക് പകർത്താൻ കൂടി കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നാളെയും ഇതേ സമയം മറ്റൊരു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.